المدرسة الربانية. كونوا ربانيين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. عليكم السلام ورحمة الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖ് സാലിം അത്വീൽ ഹഫിളഹുല്ലാ രചിച്ച ഔനുൽ ഗഫാർ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും അതിൻ്റെ വിശദീകരണവുമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 14ാമത്തെ ചോദ്യമാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ തുടങ്ങി വെച്ചത്. അത് ഇപ്രകാരമാണ്: മതാ തകൂനു അൽ അഅമാലു മഖ്ബൂലത്തൻ ഇൻദല്ലാഹ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു അമല് സ്വീകരിക്കപ്പെടുന്നത് എപ്പോഴാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ 2 നിബന്ധനകൾ അതിൻ്റെ ഉത്തരത്തിൽ പറഞ്ഞു. ഒന്ന്, ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചതായിരിക്കണം. അതിൻ്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് ഹഫിളഹുല്ലാ 4 നിബന്ധനകൾ ഉണ്ടെന്നും അതിൽ ഒന്നാമത്തേത്, ഒരാളുടെ കർമ്മം സ്വീകരിക്കണമെങ്കിൽ അവൻ മുസ്ലിമായിരിക്കണം. ഇസ്ലാമാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധനയായി പറഞ്ഞത് അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് പാലിക്കണമെന്നുള്ളതാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ അവസാനം പറഞ്ഞത്. അതിനുശേഷം 3ാമത്തെ നിബന്ധന മുസന്നിഫ് പറയുന്നു: മുവാഫഖത്തുൽ അമലി ലിസുന്നത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ 6 ഉമൂരി. ചെയ്യുന്ന അമൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് അനുയോജ്യമായിരിക്കണം, യോജിച്ചതാകണം. 6 കാര്യങ്ങളിൽ ഈ യോജിപ്പ് വേണം എന്നുള്ളതാണ് മുസന്നിഫ് ഹഫിളഹുല്ലാ പറയുന്നത്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പഠിപ്പിച്ചിരിക്കുന്നതായ 6 കാര്യങ്ങളാണത്. ഒരു അമൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കണം. സുന്നത്തിനോട് യോജിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇവിടെ പറയുന്നത്. 6 കാര്യങ്ങളിൽ അത് സുന്നത്തുമായി യോജിക്കണം എന്നുള്ളതാണ്. 6 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, അൽ കമ്മു, അതിൻ്റെ അളവ് എങ്ങനെയാണുള്ളത്, ശേഷം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. മറ്റൊന്ന് അൽ കൈഫ്, അതിൻ്റെ രൂപം. മറ്റൊന്ന് വസ്സമാൻ, അത് ചെയ്യുന്ന സമയം. വൽ മക്കാൻ, മറ്റൊന്ന് ചെയ്യുന്ന സ്ഥലം. വസ്സബബു വൽ ജിൻസ്, അത് ചെയ്യാനുള്ള കാരണം. അതേപോലെ തന്നെ വൽ ജിൻസു, അത് ചെയ്യുന്ന കർമ്മത്തിന്റെ വർഗം ഏതാണ് എന്നുള്ളത്. ഈ 6 കാര്യങ്ങളിൽ നബിയുടെ സുന്നത്തിനോട് യോജിച്ചിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. സാധാരണ രീതിയിൽ ആളുകൾ ധാരാളം അമൽ ചെയ്യും. പലരും ചിലപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞിരിക്കുന്ന നിബന്ധന ഇഖ്ലാസൊക്കെ പാലിക്കുന്നുണ്ടാകാം. നിഷ്കളങ്കമായിട്ടായിരിക്കാം, വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചെയ്യുന്ന അമലുകൾ ഉണ്ടാകാം. പക്ഷെ ആ അമല് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഉള്ള പ്രധാനപ്പെട്ട 2ാമത്തെ നിബന്ധനയാണത് സുന്നത്തിന് യോജിച്ചതായിരിക്കണം എന്നുള്ളത്.
സുന്നത്തിനോട് യോജിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് ഈ 6 കാര്യങ്ങളിൽ യോജിക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ അൽ കമ്മു, അതിന്റെ അളവിൽ യോജിക്കണം. ഐ അൽ അദദ്, എണ്ണത്തിൽ യോജിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഫമസലൻ അൽ മശ്റൂഉ അൻ യുസല്ലി അൽ ഇൻസാനു അദ്ദുഹറ അർബഅൻ, ഒരു മനുഷ്യൻ ദുഹർ നമസ്കാരം 4 റക്അത്ത് നമസ്കരിക്കണം എന്നുള്ളതാണ് ശർആക്കപ്പെട്ടത്, നിയമമാക്കപ്പെട്ട 4 റക്അത്താണ്. എന്നാൽ ഫലൗ സല്ലൽ ഇൻസാനു അദ്ദുഹറ ഖംസൻ മുതഅമ്മിദൻ, മനഃപൂർവ്വം ഒരാൾ എന്ത് ചെയ്യാണ്, ദുഹറിനെ 5 നമസ്കരിക്കുകയാണ്. എന്നാൽ ഫഇന്ന സ്വലാത്തഹു ലാ തസിഹു ബിൽ ഇത്തിഫാഖ്, അവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, അവന്റെ ആ നമസ്കാരം എന്താവില്ല, സ്വഹീഹാവുകയില്ല. കാരണം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് അത് യോജിച്ചിട്ടില്ല. ഏത് കാര്യത്തിൽ? അതിന്റെ അളവിന്റെ കാര്യത്തിൽ, എണ്ണത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുഹർ 4 റക്അത്ത് നമസ്കരിക്കാനാണ്. അപ്പോ ആ ഇബാദത്ത് എങ്ങനെയാണോ, എത്ര അളവിലാണോ ചെയ്യാൻ പഠിപ്പിച്ചത്, അതേപോലെ ആയിരിക്കണം ഒരാൾ ചെയ്യേണ്ടത്. നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അദ്കാറുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് വ്യത്യസ്ത എണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. 10 പ്രാവശ്യം ചെല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്, 25 പ്രാവശ്യം ചെല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്, 33 പ്രാവശ്യം പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ പറയപ്പെടുന്ന എണ്ണം എന്തായിരിക്കണം, കൃത്യമായി പാലിച്ചിരിക്കണം. മനഃപൂർവ്വം അതിനേക്കാൾ കൂടാൻ എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കുറയ്ക്കാൻ പാടില്ല. അപ്പോൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നതായ അളവിനെ ആ രീതിയിൽ എന്ത് ചെയ്യുക, പാലിക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് മുത്തലക്കൻ എത്ര വേണമെങ്കിലും നിരുപാധികം എന്ത് ചെയ്യാൻ ദിക്റുകൾ ചെല്ലാം. പക്ഷെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ എത്രയാണോ അതിന്റെ എണ്ണം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അത്രേ പാടുള്ളൂ. ളുഹർ പഠിപ്പിക്കപ്പെട്ടതാണ് 4 റക്അത്തായി. എന്നാൽ രാത്രിയിലും പകലിലും നിരുപാധികം നമസ്കാരമുണ്ട്. രാത്രി നമസ്കാരമുണ്ട്, പകലിലുമുണ്ട്. ഒരാൾക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, റക്അത്തുകൾ നമസ്കരിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ദുഹയുടെ സമയത്ത് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം, നമസ്കരിക്കുക, 2 റക്അത്തുകൾ നമസ്കരിക്കാം. പക്ഷെ അത് എന്ത് ചെയ്യാൻ പാടില്ല, പ്രത്യേകമായ ഏതെങ്കിലും ദിവസത്തിലോ അല്ലെങ്കിൽ പ്രത്യേകമായ ഏതെങ്കിലും കാരണം വെച്ചിട്ടോ ഒന്നും ആകാൻ പാടില്ല എന്നേ ഉള്ളൂ. നിരുപാധികം ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഇവിടെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന എണ്ണത്തെക്കാൾ അധികമാകാൻ പാടില്ല. ആ അമൽ എന്തായിരിക്കണം, അളവിന്റെ കാര്യത്തിൽ, എണ്ണത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കണം. അതല്ലെങ്കിൽ അത് തള്ളപ്പെടും. രണ്ടാമത്തെ അൽ കൈഫിയ്യ, കൈഫിയ്യത്താണ്. അതിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കണം. ഐ സിഫത്തുൽ ഇബാദ, ഇബാദത്തിന്റെ രൂപം, അതിന്റെ ഗുണം, വിശേഷണം. ഫലോ അന്ന റജുലൻ തവദ്ദഅ ഫബദഅ ബിഗസ്ലി റിജ്ലൈഹി, ഒരാൾ വുദൂ ചെയ്യാണ്, അപ്പോ ആദ്യം തന്നെ 2 കാലുകൾ കഴുകി. പള്ളിയിലേക്ക് വരുന്ന ഒരാൾ നമസ്കരിക്കാൻ അങ്ങനെ ആദ്യം 2 കാലുകൾ കഴുകി, അതിനുശേഷം ഹൗദിന്റെ അടുക്കൽ പോകുന്നു, എന്നിട്ട് പിന്നെ മുഖം കഴുകി, പിന്നെ തല തടവി, അതിനുശേഷം പിന്നെ കൈ കഴുകി. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട കൈഫിയ്യത്തിൽ നിന്ന്, രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരാൾ വുദൂ ചെയ്യുന്നു. فبدأ بغسل رجليه ثم مسح رأسه ثم غسل يديه ثم وجهه فوضوءه باطل. ഇങ്ങനെയാണ് ഒരാൾ വുദൂ ചെയ്യുന്നതെങ്കിൽ അവന്റെ വുദൂ എന്താണ്, ബാത്തിലാണ്. ലിഅന്നഹു ഖാലഫ ശർഅ ഫിൽ കൈഫിയ്യ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന നിയമത്തോട്, നബിയുടെ സുന്നത്തിനോട് കൈഫിയ്യത്തിന്റെ കാര്യത്തിൽ അവൻ എന്ത് ചെയ്തു, മുഖാലഫത്ത് കാണിച്ചു, വിരുദ്ധം കാണിച്ചു എന്നുള്ളതിനാൽ ആ അമൽ എന്താവൂല, സ്വീകരിക്കപ്പെടുകയില്ല. അറിയില്ലാത്ത ഒരാളുടെ കാര്യമില്ല പറയണത്. ഒരാൾ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളാണ്, അവൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, അത് വേറെ വിഷയമാണ്. പക്ഷെ ഒരാൾ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യാണ്, എന്നാൽ എന്തല്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല, തള്ളപ്പെടുന്നതാണ്. അപ്പൊ കൈഫിയ്യത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് എന്ത് ചെയ്യണം, യോജിച്ചു വരിക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. നമുക്ക് നമ്മുടെ നാടുകളിൽ ധാരാളം ഇബാദത്തുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ആളുകൾ തോന്നുന്നത് പോലെ എന്ത് ചെയ്യും, തോന്നുന്ന രീതിയിൽ ഇബാദത്തുകൾ ഉണ്ടാക്കും. ഇമാം ദാരിമി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ഇപ്പോ ഈ സമയത്ത് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഹദീസ് അംർ ഇബ്നു യഹ്യ പറയാണ്, സമിഅതു അബി യുഹദ്ദിസു അൻ നബിഹി, എൻ്റെ ഉപ്പ പറയണത് ഞാൻ കേട്ടു. ഉപ്പയുടെ ഉപ്പയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഒരിക്കൽ ഞങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുയുടെ വീട്ടുവാതിൽക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്, സുബ്ഹ് നമസ്കാരത്തിന് മുമ്പ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. അതുകൊണ്ട് പ്രഭാതത്തിലെ എന്ത് ചെയ്യും, ഇൽമിനോടുള്ള ആദരവ് കൊണ്ട് അവര്
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് ആദ്യം ചെല്ലുക. എന്നിട്ട് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നതാണ്. കാത്തുന്നതിന് ശേഷം ഫൈദാ ഖറജ മശൈന മഅഹു ഇലൽ മസ്ജിദ്, അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ എന്ത് ചെയ്യും, പള്ളിയിലേക്ക് പോയി. ഇന്ന് നമുക്ക് കാണാൻ പറ്റും ഉലമാക്കളുടെ പിന്നില് തുല്ലാബുകൾ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാൻ പറ്റും. മദീനത്തും ഹറമിലെല്ലാം പോകുമ്പോൾ കാണാൻ സാധിക്കും. കിബാറുകളായ ഉലമാക്കളുടെ പിന്നിൽ എന്ത് ചെയ്യും, എത്രത്തോളം അവരുമായിട്ട് സഹവസിക്കാൻ സാധിക്കുമോ അത്രയും ഓടി നടക്കുന്നത് കാണാൻ സാധിക്കും. ഇത് അന്നേ ഉള്ള ഒരു രീതിയാണ്. ഉലമാക്കളുടെ അടുത്ത് നിന്ന് ഇൽമു എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ നടക്കും. അപ്പൊ സഹാബികളിലെ ആലിമായിരുന്നു ആര്, ഇബ്നു മസ്ഊദ്. അപ്പൊ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ വാതിൽക്കൽ കാത്തു നിൽക്കും. അദ്ദേഹം പുറത്തിറങ്ങി എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് നടക്കും. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ് വാതിൽക്കൽ. ഫജാഅന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഫഖാൽ, അപ്പോൾ അവിടത്തേക്ക് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു സഹാബി തന്നെയാണ്. പക്ഷേ സഹാബികളിൽ തന്നെ ഇൽമിന്റെ കാര്യത്തിൽ എന്തുണ്ട്, വ്യത്യസ്ത ദറജകളുണ്ട്. അതുകൊണ്ട് ഒരു സംശയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, ഇൽമിന്റെ കാര്യത്തിൽ ചോദിക്കപ്പെടാൻ അർഹനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. അങ്ങനെ വന്നിട്ട് ചോദിച്ചു, അഖറജ ഇലൈക്കും അബൂ അബ്ദുറഹ്മാൻ വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അതായത് ഇബ്നു മസ്ഊദ് പുറത്തേക്ക് വന്നില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു ലാ ബഅദ്, ഇതുവരെ വന്നിട്ടില്ല. ഫജലസ മഅനാ ഹത്താ ഖറജ, അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറത്തു വന്നു. അങ്ങനെ പുറത്തു വന്നപ്പോൾ ഫലമ്മാ ഖറജ ഖുംനാ ഇലൈഹി ജമീഅൻ, ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എഴുന്നേറ്റ് ചെന്നു. ഫഖാല ലഹു അബൂ മൂസ, അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ, അല്ലയോ അബൂ അബ്ദുറഹ്മാൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കുഞ്ഞത്തലമാണ്. ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ആനിഫൻ അംറൻ അൻകർതുഹു വലം അറ വൽഹംദുലില്ലാഹി ഇല്ലാ ഖൈറ. ഞാനിപ്പോ പള്ളിയിൽ എന്ത് ചെയ്തു, ഒരു കാര്യം കണ്ടു. അത് എതിർക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ കണ്ടത്. ഇപ്പോ മസ്ജിദിൽ കണ്ട കാര്യമാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലം അറ വൽഹംദുലില്ലാഹി ഇല്ലാ ഖൈറ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഖൈറാണ്, അവര് പ്രവർത്തിക്കുന്ന പ്രവൃത്തി ഖൈറാണ്. പക്ഷെ അത് എന്താണ്, മനസ്സിലൊരു എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട ഇതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പെട്ടെന്ന് ചാടി എന്ത് ചെയ്തിട്ടില്ല, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. നേരെ എന്ത് ചെയ്തു, സംശയം തീർക്കാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നതാണ്. അപ്പൊ ചോദിച്ചു, എന്താണ് കണ്ടത്? അപ്പോ പറഞ്ഞു, താങ്കളും വരികയാണെങ്കിൽ താങ്കൾക്ക് കാണാം. അങ്ങനെ ഇദ്ദേഹം പറയാണ്, റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലഖൻ ജുലൂസൻ യന്തദിറൂന അസ്സലാ. ഇത് ഞാൻ നമ്മുടെ കിതാബിൽ നിന്ന് അല്ലാണ്ട് വായിക്കണേ, ഹദീസ് ഈ തരണത്തിലുള്ള പ്രസക്തമായതുകൊണ്ട് വായിക്കുന്നതാണ്. അദ്ദേഹം പറയാണ്, എന്താണ്, ജനങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ഹൽക്കകളായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലിരിക്കുകയാണ്. ഫീ കുല്ലി ഹൽഖത്തിൻ റജുലുൻ, ഓരോ ഹൽക്കകളിലും ഒരു മനുഷ്യനുണ്ട്. വഫീ ഐദിഹിം ഹസൻ, അവരുടെ കൈകളിൽ എന്തുണ്ട്, കല്ലുകളുണ്ട്. പഴയ കാലത്ത് ദിക്റുകളെല്ലാം എണ്ണം പിടിക്കാൻ കല്ല് ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ കല്ലുണ്ട്. ഫയഖൂൽ, എന്നിട്ട് അവർ ഈ മനുഷ്യൻ പറയും, കബ്ബിറൂ മിഅ, 100 പ്രാവശ്യം തക്ബീർ പറയൂ എന്ന് പറയും. അപ്പോ ഫയുകബ്ബിറൂന മിഅ, എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ദിക്ർ പറയും. ഫയഖൂലു ഹല്ലിലൂ മിഅ, അത് കഴിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയും 100 പ്രാവശ്യം. ഫയുഹല്ലിലൂന മിഅ വയഖൂലു സബ്ബിഹൂ മിഅ ഫയുസബ്ബിഹൂന മിഅ, തസ്ബീഹ് എല്ലാം പറയും 100 പ്രാവശ്യം. അപ്പൊ എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യും, 100 പ്രാവശ്യം തസ്ബീഹ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫമാദാ ഖുൽത ലഹും, എന്താണ് താങ്കൾ അവരോട് പറഞ്ഞത്? ഇത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, മാ ഖുൽതു ലഹും ഷൈഅൻ ഇന്തിദാറ റഅയിക്, താങ്കൾ അഭിപ്രായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല, പറഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് ചാടി ഒരു അഭിപ്രായം പറഞ്ഞില്ല. താങ്കളുടെ പുതുതായിട്ട് കാണുന്ന ഒരു രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചെയ്തിട്ടില്ല, ആരും ഇങ്ങനെ ഒരു ദിക്ർ ഹൽക്ക ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പൊ പുതുതായിട്ട് കണ്ടപ്പോൾ സംശയം ഉണ്ടായി. അതുകൊണ്ട് താങ്കൾ തന്നെ അഭിപ്രായം പറയട്ടെ എന്നുള്ള നിലയിൽ താങ്കൾക്ക് അഭിപ്രായത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അദ്ദേഹം ചോദിച്ചു, അഫല അമർതഹും അൻ യഉദ്ദു സയ്യിആതിഹിം, താങ്കൾക്ക് അവരോട് പറയാമായിരുന്നില്ലേ, നിങ്ങൾ നിങ്ങളുടെ സയ്യിആത്തുകൾ, പാപങ്ങൾ എണ്ണി കണക്കാക്കിക്കൊള്ളുക. വദമിൻത ലഹും അല്ലാ യദിഅ മിൻ ഹസനാതിഹിം, അവരുടെ നന്മകളിൽ നിന്ന് ഒന്നും പാഴായി പോവുകയില്ല എന്നവർക്ക് താങ്കൾക്ക് വാക്കുകൊടുക്കാമായിരുന്നില്ലേ, ജാമ്യം നിൽക്കാമായിരുന്നില്ലേ?
എന്നിട്ട് സുമ്മ മദാ വമദൈന മഅഹു, ഞങ്ങൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നു. അങ്ങനെ ഹത്താ അതാ ഹൽഖതൻ മിൻ തിൽകൽ ഹലഖ്, അവിടെയുള്ള ആ ദിക്ർ ഹൽക്കകളിൽ ഒന്നിന്റെ അടുക്കൽ എന്ത് ചെയ്തു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയി നിന്നു. ഫവഖഫ അലൈഹിം ഫഖാൽ മാ ഹാദല്ലദീ അറാകും തസ്നഊൻ, എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ഈ കാണുന്നത് എന്ന് ചോദിച്ചു. ഖാലൂർ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ ഹസൻ നഉദ്ദു ബിഹി തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ്, ഇത് കുറച്ച് കല്ലുകളാണ്, അതുപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ തക്ബീറും തഹ്ലീലും തസ്ബീഹും എല്ലാം ഇങ്ങനെ എണ്ണിക്കണക്കാക്കുകയാണ്, അങ്ങനെ ദിക്ർ പറയുകയാണ്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഉദ്ദു സയ്യിആതികും, എന്നാൽ നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ എന്ത് ചെയ്തോ, എണ്ണിക്കൊള്ളുക. കാരണം നിങ്ങളുടെ നന്മകളിൽ ഒന്നും പാഴായി പോവുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എന്ത് ചെയ്തോ, എണ്ണിക്കണക്കാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വൈഹക്കും യാ ഉമ്മത്ത മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലകതകും, എത്ര വേഗതയിലാണ് നിങ്ങളുടെ നാശം, എത്ര വേഗതയിലാണ് വന്നിരിക്കുന്നത്. ഹൗലായി സ്വഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, ഇതാ നബിയുടെ സ്വഹാബികളുടെ ധാരാളമുണ്ട്. വഹാദിഹി സിയാബുഹു ലം തബ്ല, നബിയുടെ വസ്ത്രങ്ങൾ ഇതാ അവിടെ ഉരുമ്മിപ്പോകാതെ അവശേഷിക്കുന്നുണ്ട്. വാനിയതുഹു ലം തുക്സർ, നബിയുടെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, ഇതിവിടെ ഉണ്ട്. വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നിങ്ങൾ ഒരു മതത്തിലാണ്, ആ മതം ഒന്നുകിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകപ്പെട്ട സന്മാർഗം ഉണ്ടല്ലോ, അവരേതൊരു മാർഗത്തിലാണോ അതിനേക്കാൾ മികച്ച ഏതോ ഒരു വഴിയിലാണ് നിങ്ങൾ, വേറെ ഏതോ മതാണിത്. കാരണം മുഹമ്മദ് നബി എന്ത് ചെയ്തിട്ടില്ല, ഈ രൂപം പഠിപ്പിച്ച് നൽകിയിട്ടില്ല. അതല്ല എങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, ദലാലത്തിന്റെ വാതിലുകൾ ആണ് ഈ തുറക്കുന്നത് എന്ന് എന്ത് ചെയ്തു, വഴികേടിലേക്കുള്ള പുറപ്പാടാണ് എന്നെന്ത് ചെയ്തു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ, അല്ലാഹുവാണ് സത്യം അബൂ അബ്ദുറഹ്മാൻ, നന്മയല്ലാതെ ഞങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞെന്താണ്, തസ്ബീഹാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബറാണ്, സുബ്ഹാനല്ലാഹ്, ഇതല്ലാതെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബ, നന്മ ഉദ്ദേശിക്കുന്ന എത്രയോ ആളുകളാണ്, അവർക്ക് എന്ത് ചെയ്യില്ല, ലഭിക്കണമെന്നില്ല. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദസനാ അന്ന ഖൗമൻ യഖറഊനൽ ഖുർആൻ ലാ യുജാവിസു തറാഖിയഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കും, അത് അവരുടെ തൊണ്ടക്കുഴി വിട്ടെന്ത് ചെയ്യില്ല, താഴേക്കിറങ്ങുകയില്ല. വയമുല്ലാഹ് മാ അദ്രി ലഅല്ല അക്സറഹും മിൻകും, അല്ലാഹുവാണ് സത്യം, അവരിലധികവും നിങ്ങളിലധികവും അങ്ങനെയുള്ളവരാണ് ആണോ എന്ന് എനിക്കറിയില്ല എന്ന് ചെയ്തു, ഒരു താക്കീത് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പിരിഞ്ഞുപോയി. അങ്ങനെ അംർ ബിൻ സലമ പറയാണ്, റഅയ്ന അമ്മത ഉലൈകൽ ഹിലഖി യുതാഇനൂന യൗമൻ നഗ്റുവാനി മഅൽ ഖവാരിജ്, ഖവാരിജിയാക്കളുമായി നടന്ന വളരെ വലിയൊരു യുദ്ധമായിരുന്നു നെഹ്റുവാനിൽ നടന്ന യുദ്ധം. അഹ്ലുസുന്നയുമായിട്ട് ഖവാരിജിയാക്കൾ എന്ത് ചെയ്തു, യുദ്ധം നടത്തി. ഈ യുദ്ധത്തിൽ അഹ്ലുസുന്നക്കെതിരിൽ ആയുധമെടുത്തത് ഈ പറയുന്ന ആളുകളിൽ ബഹുഭൂരിഭാഗവും പിന്നീട് എവിടെയാണ് കണ്ടത്, ഖവാരിജിയാക്കളുടെ കൂടെയാണ്. അപ്പോൾ ബിദ്അത്തുകൾ കടന്നു വന്ന ഇങ്ങനെയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൈഫിയത്തല്ല, ദിക്ർ ചൊല്ലല് നല്ലതല്ലേ, നല്ലതാണ്, അത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്, വലിയ പ്രതിഫലമാണ്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണെന്ത്, ദിക്ർ ചൊല്ലുക എന്നുള്ളത്. ദിക്റിന്റെ സദസ്സുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ചെയ്തിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവിടെ മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും, മലക്കുകൾ അവിടെ ചിറക് വിരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അള്ളാഹു മലായിക്കത്തിനോട് ദിക്റിന്റെ മജ്ലിസുകളിലുള്ള ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യും, അവരെ കുറിച്ച് അഭിമാനം പറയും, അവർക്ക് പുറത്തു കൊടുക്കാൻ പറയും, അവർക്ക് പുറത്തു കൊടുക്കും. അതിൽ ധാരാളം ശ്രേഷ്ഠതകൾ എന്തുണ്ട്, മജ്ലിസുൽ ദിക്ർ ഹൽക്കകൾക്കുണ്ട്. പക്ഷെ അതെന്തായിരുന്നില്ല, ഇവരീ പറഞ്ഞതുപോലുള്ള ദിക്ർ ഹൽക്കയല്ല, അത് ഹറാം ഹലാലുകൾ ചർച്ച ചെയ്യലാണ്, അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കലാണ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾ പഠിപ്പിക്കലാണ്, ഹദീസുകൾ ചർച്ച ചെയ്യലാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്ർ ഹൽക്ക. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്തു, സ്വഹാബികൾ ജീവിച്ചിരിക്കെ ഈ ഒരു കൈഫിയത്തിൽ എന്ത് ചെയ്തു, ദിക്ർ ഹൽക്ക വന്നു. അതിന്റെ സ്വഹാബികൾ തന്നെ എന്ത് ചെയ്തു, അത് ശക്തമായി എതിർത്തു. നമുക്കിന്ന് എവിടെയും വളരെ
സുലഭമാണ് ഈ പറയുന്ന രീതിയിലുള്ള ദിക്ർ ഹൽക്കകൾ. ചോദിച്ചാൽ അവർ പറയുന്ന ഇതേ മറുപടിയാണ്, നന്മയല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിച്ചിരിക്കുന്ന അമലിന്റെ കൈഫിയത്തിനോട് എന്ത് ചെയ്യണം, ഈ അമല് യോജിച്ചു വരണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ, അത് സ്വീകരിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, തള്ളപ്പെടുമെന്നുള്ളതാണ്. അപ്പൊ കൈഫിയത്തിലും യോജിച്ചു വരണം. മൂന്നാമത്തെ സമാൻ, കാലവും യോജിച്ചു വരേണ്ടതുണ്ട്, സമയം. ഉദാഹരണം പറഞ്ഞാൽ നമസ്കാരം ചില പ്രത്യേകമായ സമയങ്ങളിലാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഫജ്ർ നമസ്കാരം, ദുഹ്ർ നമസ്കാരം, അസ്ർ, മഗ്രിബ്, ഇശാ പോലുള്ള നമസ്കാരങ്ങൾ. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ഫർള് നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഫർള് നമസ്കാരം ഇത് മുഅ്മിനീങ്ങളുടെ മേൽ സമയനിശ്ചിതമായി നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന കർമ്മമാണ് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോ ഫലാ തസ്ഹു ഇല്ലാ ഫീ വഖ്തിഹാ, ഒരാൾ എന്ത് ചെയ്യുന്നു, അതല്ലാത്ത സമയത്താണ് നമസ്കരിക്കുന്നത്. ദുഹറിന് മുമ്പേ ഒരാൾ എന്ത് ചെയ്തു, ദുഹർ നമസ്കരിച്ചു, അത് സ്വീകരിക്കപ്പെടുകയില്ല. അത് പിന്നീട് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്തോളണം, മടക്കി നമസ്കരിക്കണം. അറിയാതെ നമസ്കരിക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ സുബ്ഹ് ഒരാൾ എന്ത് ചെയ്യുന്നു, അതിന് മുമ്പേ നമസ്കരിക്കുന്നു. അപ്പൊ അതിന് നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടത്. അതിന്റെ സമയം എന്ത് ചെയ്യേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. ഹജ്ജ് ഒരാൾ എന്ത് ചെയ്യാണ്, റബീഉൽ അവ്വൽ മാസത്തിൽ പോയിട്ട് ഹജ്ജ് ചെയ്യാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാസത്തിൽ പോയിട്ട് ഹജ്ജ് ചെയ്യാണ്, സ്വീകരിക്കപ്പെടില്ല. ഹജ്ജ് ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട സമയം എന്തുണ്ട്, ഉണ്ട്, ഹജ്ജിന്റെ മാസങ്ങളുണ്ട്. ആ സമയത്താണ് എന്ത് ചെയ്യുക, ഹജ്ജ് ചെയ്യേണ്ടത്. അപ്പൊ ഇതേപോലെ സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങൾ എന്താകണം, ആ സമയത്തോട് യോജിച്ചു വരിക എന്നുള്ളത് സ്വീകരിക്കപ്പെടാനുള്ളതായ നിബന്ധനകളിൽപ്പെട്ടതാണ്. അതേപോലെ നാലാമത്തേത് അൽ മക്കാൻ, സ്ഥലമാണ്. ഉദാഹരണം പറഞ്ഞാൽ അൽ മശ്റൂഉ ലിൽ മുസ്ലിമി അൻ യതൂഫ ബിബൈത്തില്ലാഹിൽ ഹറാം, കഅബ തവാഫ് ചെയ്യാനാണ് എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്, മുസ്ലിമീങ്ങൾക്ക് നിയമമാക്കപ്പെട്ടത് കഅബയെ തവാഫ് ചെയ്യാനാണ്. ഫലൗ തവാഫ ബിഗൈരിഹാ ഫതവാഫുഹു ഗൈറു സഹീഹ്, കഅബയല്ലാതെ വേറെ ഏതെങ്കിലും ഒന്നിനെ എന്ത് ചെയ്യുന്നു, ഒരാൾ ഖബറിൽ പോയി തവാഫ് ചെയ്യാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മസ്ജിദുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, തവാഫ് ചെയ്യുന്നു, ഇത് സ്വീകരിക്കപ്പെടുകയില്ല. ലിഅന്നഹു ഖാലഫൽ മകാന അല്ലദീ ശുരിഅത് ഫീഹി ഹാദിഹിൽ ഇബാദ, ആ ഇബാദത്ത് നിയമമാക്കപ്പെട്ടത് ഏത് സ്ഥലത്ത് നിർവഹിക്കാനാണോ അതിനോട് എന്ത് ചെയ്തു, മുഖാലഫത്ത് കാണിച്ചു. ഒരാൾ അറഫയിൽ നിൽക്കുക എന്നുള്ളത് അറഫയിലാണ് നിൽക്കേണ്ടത്, വേറെ എവിടെയെങ്കിലും പോയി നിന്നാൽ എന്താവില്ല, അറഫയാവില്ല. ഹജ്ജ് ചെയ്യേണ്ടത് കഅബയും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലാണ്, വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്ത് ചെയ്യുന്നു, ഹജ്ജ് ചെയ്യുന്നു. അപ്പോൾ സ്ഥലം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഇബാദത്തുകൾ ഉണ്ടാവും, എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ സ്ഥലത്തോട് യോജിച്ചു വരിക എന്നുള്ളത് അതിന്റെ നിബന്ധനയാണ്. അഞ്ചാമത്തേത് അൽ ഖാമിസ് അസ്സബബ്, സബബ്, കാരണം യോജിച്ചു വരണം എന്ന് പറഞ്ഞാൽ അൽ മശ്റൂഉ ഇൻദ ഇഷ്തിദാദിൽ റീഹി അദ്ദുആഉ കമാ കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസിഫത്തിൽ റീഹ് യഖൂൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ഉർസിലത് ബി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബി. ചില ഇബാദത്തുകൾ ചില കാരണങ്ങൾ ഉണ്ടാവും, എന്ത് ചെയ്തിട്ടുണ്ടാവും, കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോ പള്ളിയിൽ കയറിയാൽ എന്തുണ്ട്, 2 റക്അത്ത് നമസ്കാരമുണ്ട്. അതേപോലെ തന്നെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ തവാഫ് മശ്റൂആക്കപ്പെട്ടതാണ്, കഅബക്ക് തഹിയ്യത്ത് എന്നുള്ള നിലയിൽ. ഇവിടെ ഈ പറയുന്ന പ്രാർത്ഥന, കാറ്റടിച്ച് വീശുമ്പോൾ ഈ പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, അല്ലാഹുവേ അതിന്റെ ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അതിലുള്ളതായ ഖൈറും അത് കൊണ്ടുവരുന്നതായ അതിൻ്റെ കൂടെ അയക്കപ്പെട്ടിരിക്കുന്നതായ ഖൈറും, അതിന്റെ ഷർറിനെ തൊട്ടും അതിലടങ്ങിയിരിക്കുന്ന ഷർറിനെ തൊട്ടും അതിന്റെ കൂടെ അയക്കപ്പെട്ടിരിക്കുന്ന ഷർറിനെ തൊട്ടും ചെയ്യുന്നു, രക്ഷ ചോദിക്കുന്നു. ഇത് പഠിപ്പിക്കപ്പെട്ട ഒരു ദിക്റാണ്. എന്നാൽ ഒരാൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഫലൗ തഅബ്ബദൽ ഇൻസാനു റബ്ബഹു ബിഇബാദത്തിൻ മഖ്റൂനത്തിൻ ബിസബബിൻ ലം യജഅൽഹു ശർഉ സബബ, അല്ലാഹു സബബാക്കാത്തതായ ഏതെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യുന്നു, ഒരു ഇബാദത്തിന് സബബാക്കുന്നു, എന്നാൽ ഫഹി ബിദ്അത്തുൻ മർദൂദ, അതെന്താണ്, തള്ളപ്പെടുന്ന ഒരു ബിദ്അത്താണ്. ഇപ്പോ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരാൾ കാറ്റടിക്കുമ്പോൾ പോയിട്ട് 2 റക്അത്ത് എന്ത് ചെയ്യുന്നു, നമസ്കരിക്കുന്നു. അതെന്തല്ല, ശരീഅത്ത് പഠിപ്പിച്ചതായ കാരണമല്ല. അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, അവന്റെ ജോലി സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ, എല്ലാ ദിവസവും ജോലി സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരു കാരണമാക്കി എടുത്തിരിക്കുകയാണ്, ജോലി എളുപ്പമാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, 2 റക്അത്ത് നമസ്കരിക്കുക. ഇങ്ങനെ പ്രത്യേക ഒരു കാരണം അവരുണ്ടാക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമസ്കരിക്കുന്നു. ശരീഅത്ത് 2 ആഘോഷങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ്, അതിന് വിരുദ്ധമായിട്ട്
എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഇന്ന മാസമാണ് എന്ന് പറഞ്ഞിട്ട് ആ മാസത്തിൽ ഒരു ആഘോഷം ചെയ്യുന്നു. അതൊരു കാരണമായിട്ട് ആ ആഘോഷം ചെയ്യുന്നു, ആഘോഷിക്കപ്പെടുന്നു. ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങൾ ഇബാദത്തുകൾക്ക് നിശ്ചയിക്കാൻ എന്തില്ല, നമുക്ക് അർഹതയില്ല. ആ കാരണങ്ങൾ നിശ്ചയിക്കേണ്ടത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിശ്ചയിക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ ഏതെങ്കിലും ഇബാദത്തുകൾക്ക് നിയമമാക്കപ്പെടാത്തതായ കാരണങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നിർവഹിച്ചാൽ അത് തള്ളപ്പെടുന്നതാണ്, അതേപോലെ തന്നെ ബിദ്അത്തായി മാറുകയും ചെയ്യും. ലാകിൻ ലമ്മാ ഖുരിനത് ബിഹാദ സബബി സ്വറത് ബിദ്അതൻ. ഇതാണ് അഞ്ചാമത്തെ സബബ്. ആറാമത്തെ സബബ് അൽ ജിൻസു. ചില ഇബാദത്തുകളുടെ വർഗമാണ്, അതിന്റെ ഇനം. ഉദാഹരണം പറഞ്ഞാൽ ജിൻസുൽ മുതഅബ്ബദി ബിഹി, ഏതൊരു കാര്യം കൊണ്ടാണോ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് ആ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഇബാദത്തിന്റെ ഇനം. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അതായത് ഫലാ ബുദ്ദ അൻ തകൂനൽ ഇബാദത്തു മുവാഫിഖത്തൻ ലിശ്ശർഇ ഫീ ജിൻസിഹാ, ഇബാദത്ത് ശരീഅത്തിനോട് അതിന്റെ ഇനത്തിൽ യോജിച്ചു വരണം. ഏതുപോലെ കൽ ഉദ്ഹിയ്യ, ഉദ്ഹിയ്യത്തിനെ പോലെ. തകൂനു മിൻ ബഹീമത്തുൽ അൻആം, ബഹീമത്തുൽ അൻആം ആയിരിക്കണം ഉദ്ഹിയ്യത്ത്. നാൽക്കാലി മൃഗങ്ങൾ, അത് നാൽക്കാലി മൃഗങ്ങളിൽ നിന്ന് ഏതാണ്? ഒന്ന് ഇബിലാണ്, ഒട്ടകമാണ് ശറഅ് നിശ്ചയിച്ചിരിക്കുന്നത്. വേറൊന്ന് ബക്കറാണ്, പശു ഇനത്തിൽപ്പെട്ടിരിക്കുന്നതായ പശു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പോത്ത്, എന്താണ് അതിന് പറഞ്ഞ കാള, അതുപോലുള്ളതായ ഇനം, പശുവർഗത്തിൽപ്പെട്ടതായ എരുമ, അതുപോലുള്ളതായ വസ്തുക്കൾ. അതല്ലെങ്കിൽ എന്താണ്? വൽഗനം, ആട്. അപ്പൊ ആട്, മാട്, ഒട്ടകങ്ങൾ. ആട് അല്ലെങ്കിൽ മാട്, മാടിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ത് ഈ പറയുന്ന പശുവിന്റെ ഇനങ്ങൾ. എന്നാൽ ഫലൗ ദഹ്ഹ റജുലുൻ ബിഫറസിൻ, ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു കുതിരയെ ഉദ്ഹിയ്യത്തിന് വേണ്ടിയിട്ട് അറുക്കുകയാണ്. എന്നാൽ ഫലാ തസിഹു ഉദ്ഹിയ്യത്തു, ഉദ്ഹിയ്യത്ത് ഉണ്ടാവില്ല, സഹിയാവില്ല. ചിലപ്പോൾ ആടിനെ അറുക്കുന്നതിനേക്കാൾ കൂടുതൽ മാംസം കിട്ടും. കുതിരയുടെ മാംസം നിഷിദ്ധമാക്കപ്പെട്ടതൊന്നുമല്ല, പക്ഷെ എന്താണ്, ഉദ്ഹിയ്യത്തിന് അത് പറ്റുകയില്ല. കാരണം ശറഅ് പറഞ്ഞിരിക്കുന്ന ആട്, മാട്, ഒട്ടകങ്ങളിൽ പെട്ടതല്ല എന്ത്, കുതിര എന്നുള്ളത്. ഏതെങ്കിലും ഒരു എന്ത് ചെയ്യുന്നു, മൃഗത്തെ ആട്, മാട്, ഒട്ടകങ്ങളിൽ പെടാത്തിന് എന്ത് ചെയ്യുന്നു, അറക്കുന്നു. കാരണം ലിഅന്നഹു ഖാലഫ ശരീഅത ഫീ ജിൻസിൽ മുതഅബ്ബദി ബിഹി, ഇബാദത്ത് ചെയ്യപ്പെടുന്നതായ ഈ ഇബാദത്തിനെ അത് ശരീഅത്തിനോട് അതിന്റെ ഇനത്തില് വിരുദ്ധമായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം. അപ്പോ മൂന്നാമത്തെ നിബന്ധന, അമലുകൾ സ്വീകരിക്കപ്പെടാനുള്ള മൂന്നാമത്തെ നിബന്ധന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, ആ ഇബാദത്ത് യോജിച്ചു വരിക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഇബാദത്ത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടും, തള്ളപ്പെടും. നാലാമത്തെ നിബന്ധന സിഹ്ഹത്തുൽ ഇഅ്തിഖാദ്, അഖീദ സ്വഹീഹായിരിക്കണം എന്നുള്ളതാണ്. അഖീദ സ്വഹീഹാവുക എന്നുള്ളതും ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനുള്ള മറ്റൊരു നിബന്ധനയാണ്. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന നമ്മൾ പറഞ്ഞത് മുസ്ലിമായിരിക്കണം. രണ്ടാമത്തെ നിബന്ധന ഇഖ്ലാസ് വേണം. മൂന്നാമത്തേത് നബിയുടെ സുന്നത്തിനോട് യോജിച്ച് വരണം. നാലാമത്തേത് അഖീദ ശരിയാക്കുക എന്നുള്ളതാണ്. അഖീദ ശരിയായിട്ടില്ല എങ്കിലും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇബാദത്തുകൾ നഷ്ടപ്പെടും. ഏതുപോലെ എന്നാൽ ഫല്ലദീ യഅ്തഖിദു ജവാസ സ്വറഫിൽ ഇബാദത്തി ലിഗൈരില്ലാഹ്, ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് അർപ്പിക്കുന്നത് അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്നു. വളരെയധികം ഗുരുതരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കാലത്ത് ധാരാളം അങ്ങനെ ആളുകൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു അല്ലാത്തവർക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് അവരുടെ ഇബാദത്ത് ചെയ്യാനുള്ള അനുമതി അവർക്കുണ്ട്, അവരങ്ങനെ ചെയ്തോട്ടെ എന്നൊരാൾ വിശ്വസിക്കുന്നത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും ഇലാഹിന്, ആരാധ്യർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നു അനുവദനീയമാണെന്ന് വിശ്വസിക്കുകയാണ് ഒരാള്. ഈ വിശ്വാസം എന്താണ്, അവന്റെ അമലുകൾ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ യഖൂലു പറയണം അൽ ഖുർആൻ മഖ്ലൂഖുൻ, ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയാണ്. ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നൊരാൾ വാദിച്ചു. ഇത് ശരിയായ വിശ്വാസമല്ല. ഔ ലൈസ കലാമില്ല, അല്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ കലാമല്ല എന്ന് അവൻ പറയുന്നു. അതായത് അതിൽ ഉറച്ച വിശ്വാസം അവനിക്കില്ല, അള്ളാഹുവിന്റെ കലാമാണ് എന്ന് വിശ്വസിക്കലാണ് നിർബന്ധം.
അല്ലെങ്കിൽ ഔ മഷ്കൂക്കുൻ ഫീ, അതിൽ അവൻ സംശയാലുവാണ്. ഔ ഇഅ്തഖദ കുഫ്ര ജമീഇ സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ കാഫിറുകളാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അഹ്ലുസുന്നയിൽ നിന്ന് വഴിപിഴച്ച ആളുകൾ പറയുന്നവരുണ്ട്. വളരെ വിരലിൽ ഉണ്ടാവുന്ന സ്വഹാബികൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം കുഫാറുകളാണെന്ന് വിശ്വസിക്കുന്ന റാഫിദുകൾപ്പെട്ട ഷിയകളിൽപ്പെട്ട ആളുകളുണ്ട്. ഔ ഗൈറ ദാലിക മിനൽ അഖായിദിൽ ബാത്തിലത്തിൽ മഷ്ഹൂറ ഫലാ തുഖ്ബലു അഅമാലുഹു, ഇങ്ങനെ വളരെ പ്രസിദ്ധമായ ബാത്തിലായ അഖീദകൾ, നിരർത്ഥകമായ തെറ്റായ അഖീദകൾ, ഇത് പേര് നടക്കുന്ന ആളുകളുടെ അമലുകൾ എന്ത് ചെയ്യില്ല, സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ അഖീദ ശരിയാക്കുക എന്നുള്ള, ഒരാൾ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്, അവര് ഇസ്ലാമിന് പുറത്താണെന്ന് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, വിധി പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പറയുന്നതായ അഖീദകൾ പേര് നടക്കുന്ന ആളുകളാണ് എങ്കിൽ അവരുടെ അമലുകൾ എന്താവില്ല, സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് അമലുകൾ ചെയ്യുന്ന ആളുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന അമലുകൾ ചിലപ്പോൾ ധാരാളം അതിൻ്റെ പിന്നിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാവും, സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, സമയനഷ്ടം ഉണ്ടാവും. ഈ അമലുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന നിബന്ധനകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഇതാണ് 14-ാമത്തെ ചോദ്യം. 15-ാമത്തെ ചോദ്യം, അസ്സുആലുൽ ഖാമിസ് അശർ മസ്സൂറത്തുൽ ലത്തി തഅദിലു റുബഅൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ 1/4 സമമാകുന്ന സൂറത്ത് ഏതാണ്? അത് പാരായണം ചെയ്യുക. ഖുർആനിന്റെ 1/4 തുല്യമാകുന്ന സൂറത്ത് സൂറത്തുൽ കാഫിറൂനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅബുദു ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന സൂറത്താണ്. ഈ സൂറത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഹാദിഹി സൂറത്തുൻ അദീമ, ഇത് വലിയ മഹത്വമുള്ള സൂറത്താണ്. കാരണം ലിസ്തിമാലിഹ അലാ ഇഖ്ലാസുദ്ദീൻ ലില്ലാഹി തആല, ഇതിൽ അള്ളാഹുവിനോടുള്ള ഇഖ്ലാസ് അടങ്ങിയിട്ടുണ്ട് ഇതിലെന്നുള്ളതാണ്. വൽ ബറാഅത്തി മിന ശിർക്ക്, ശിർക്കിൽ നിന്നുള്ള മോചനം ഒന്നുണ്ട് ഇതിലുണ്ട്. ശിർക്കിനോടുള്ള ബന്ധവിച്ഛേദനമുണ്ട്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് അർപ്പിക്കുക എന്നുള്ളതാണ് ഇഖ്ലാസിന്റെ അടിസ്ഥാനം. ഇഖ്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. തൗഹീദുൽ അമലി, തൗഹീദുൽ അമലിയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. നമ്മൾ പറയുന്നത് തൗഹീദുൽ ഇൽമി ഉണ്ട്, അമലി ഉണ്ട്. തൗഹീദുൽ ഇൽമി എന്ന് പറഞ്ഞാൽ തൗഹീദുൽ റുബൂബിയ്യത്തും അതേപോലെ തന്നെ തൗഹീദുൽ അസ്മാ സിഫാത്തും അടങ്ങിയതാണ്. അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ കുറിച്ച് പഠിക്കുക, അറിയുക, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ കുറിച്ച് അറിയുക, മനസ്സിലാക്കുക, അതാണ് ഇൽമിയായ തൗഹീദ്. വഖദ് ജാഅ ഫീ ഫദ്ലിഹാ അന്നഹാ തഅദിലു റുബഅൽ ഖുർആൻ, ഖുർആനിന്റെ 1/4 ഇത് സമമാകും എന്ന് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഉദിലത് ലഹു ബിറുബഇൽ ഖുർആൻ, ആരെങ്കിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പാരായണം ചെയ്താൽ അത് ഖുർആനിന്റെ 1/4 പകരമാക്കപ്പെടും, സമമാക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ ഇത് പാരായണം ചെയ്യാൻ ചെയ്തിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സമയങ്ങൾ ഒന്ന് ഫി സുന്നത്തിൽ ഫജ്ർ, ഫജ്റിന്റെ സുന്നത്ത് നമസ്കാരത്തിലാണ്. ഫജ്റിന് മുമ്പുള്ള, സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും രണ്ടാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദും പാരായണം ചെയ്യാൻ ചെയ്തിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ മഗ്രിബിന്റെ സുന്നത്തിൽ ഇപ്രകാരം തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു, മഗ്രിബിന് ശേഷമുള്ളതായ 2 റക്അത്തിൽ ഈ പറയുന്ന രീതിയിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു അഹദും എന്ത് ചെയ്യുമായിരുന്നു, പാരായണം ചെയ്യുമായിരുന്നു. മറ്റൊരു സ്ഥലം ബഅദ തവാഫി ബിൽ കഅബ, കഅബ തവാഫ് ചെയ്തതിന് ശേഷം 2 റക്അത്ത് നമസ്കാരം മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. ഈ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെയും നബിയുടെയും ഇടയിൽ എന്ത് ചെയ്യും, മഖാമു ഇബ്രാഹിമിനെ കൊണ്ടുവരുന്ന രീതിയിൽ നിൽക്കുകയും 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യും. അവിടെ വത്തഖദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, മഖാമു ഇബ്രാഹിമിനെ ആ സ്ഥലത്തെ മുസല്ലയായി കൊണ്ട് നമസ്കരിക്കാനുള്ള സ്ഥലമായിട്ട് സ്വീകരിക്കാനുള്ള ആയത്തിന് എന്ത് ചെയ്യും, നബി പാരായണം ചെയ്യും. അങ്ങനെ നമസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആദ്യ റക്അത്തിൽ ഈ പറയുന്ന 2 റക്അത്തുകൾ ഈ 2 സൂറത്തുകൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുമായിരുന്നു.
ഹലോ 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 വേണ്ട പല്ലിന് ചേർന്നു. അപ്പോൾ തവാഫിൻ്റെ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിലും ഈ പറയുന്ന 2 സൂറത്തുകൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുമായിരുന്നു. റെക്കോർഡ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നമസ്കരിക്കുമ്പോഴും എന്ത് ചെയ്യുമായിരുന്നു? ഈ സൂറത്ത് പാരായണം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് സഹാബികൾ ചോദിച്ചു, ഏത് സൂറത്തുകൾ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നമസ്കരിച്ചിരുന്നത്? അപ്പോൾ ആദ്യ റക്അത്തിൽ നബി സൂറത്തുൽ അഅല, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, രണ്ടാമത്തേത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മൂന്നാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അതേപോലെ തന്നെ വൽ മുഅവ്വിദത്തൈൻ, അവസാന 2 സൂറത്തുകളും ചെയ്യുമായിരുന്നു. ചിലപ്പോഴെല്ലാം നബി പാരായണം ചെയ്യുമായിരുന്നു. ആ സമയത്തും ഇത് നിയമമാക്കപ്പെട്ടതാണ്. മറ്റൊരു സന്ദർഭമാണ് കിടക്കാൻ പോകുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പാരായണം ചെയ്യുമായിരുന്നു. ഹദീസിൽ കാണാം, ഫറവത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയിട്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലിംനി ശൈഅൻ അഖൂലുഹു ഇദാ ആവൈതു ഇലാ ഫിറാശി, ഞാൻ കിടക്കാൻ പോകുമ്പോൾ പറയാനുള്ള ഒരു ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പാരായണം ചെയ്യുക. ഫഇന്നഹാ ബറാഅത്തുൻ മിനശ് ശിർക്ക്, അത് ശിർക്കിൽ നിന്ന് എന്താണ്? മോചനം കിട്ടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഉറങ്ങാൻ നേരത്തേക്ക് എന്ത് ചെയ്യുക? ഇത് പാരായണം ചെയ്യുക, മക്കളെ പഠിപ്പിക്കുക, എല്ലാവരും എന്ത് ചെയ്യുക? അത് പാരായണം ചെയ്യുക എന്ന സുന്നത്തിന് എന്ത് ചെയ്യേണ്ടതുണ്ട്? മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന സന്ദർഭങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. അതേപോലെ മറ്റൊരു സമയമാണ് റുഖിയ നടത്തുക. മന്ത്രിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു കൊണ്ടിരിക്കെ എന്ത് ചെയ്തു? ഒരു അഖറബ്, തേള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുത്തുകയുണ്ടായി. നമസ്കാരത്തിലായിരുന്നു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ അഖറബ് ലാ തദഉ മുസല്ലിയൻ വലാ ഗൈറ, അഖറബിന് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, നമസ്കാരക്കാരനെയോ അതല്ലാത്തവനെയോ എന്ത് ചെയ്യുന്നില്ല? അവനെ ഒഴിവാക്കുന്നില്ല. കുത്തി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുകയും, അങ്ങനെ സുമ്മ ദഅ ബിമാഇൻ വമിൽഹിൻ, വെള്ളവും ഉപ്പും കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് വജഅല യംസഹു അലൈഹ വയഖറഉ ബിഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ വെള്ളവും അതേപോലെ തന്നെ ഉപ്പും കൂടിയിട്ട്
എന്ത് ചെയ്തു? ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുകൾ പാരായണം ചെയ്തു എന്നാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പാരായണം ചെയ്തു. അതേപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റുഖിയ ചെയ്യാനും എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഉപയോഗിക്കലുണ്ട്. ഇവിടെ ഈ സൂറത്തിൽ പറയപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്താണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അംറുൻ മിനല്ലാഹി ലിനബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വലികുല്ലി മൻ യസിഹു തൗജീഹുൽ ഖിതാബി ലഹു. നബിയോട് മാത്രമല്ല ആരോടെല്ലാം ഖിതാബ് ഇങ്ങനെ അഭിസംബോധനയ്ക്ക് സ്വഹീഹാണോ അവരോടെല്ലാം, അല്ലാതെ മുഴുവൻ മുസ്ലിമീങ്ങളോടുമുള്ള കൽപ്പനയാണ്. എന്താണ് കൽപ്പന? ബിഇഅലാനിൽ ബറാഅത്തി മിൻ കുല്ലി കാഫിരി വഇബാദതി. മുഴുവൻ കുഫാറുകളിൽ നിന്നും അവരുടെ ഇബാദത്തുകളിൽ നിന്നും ഞങ്ങൾ മുക്തരാണ് എന്ന് ചെയ്യുക, പ്രഖ്യാപിക്കൂ. ഖുൽ പ്രഖ്യാപിക്കൂ എന്ന് പറയാനാണ്. വഹാദാ ദലീലുൻ അലാ അന്നൽ വാജിബ അൻ നുഅ്ലിന ലിൽ കുഫാരി അന്നഹും കുഫാറുൻ. കുഫാറുകൾ കുഫാറുകളാണ് എന്ന് പ്രഖ്യാപിക്കണം എന്ന് നിർബന്ധമാണെന്നുള്ളതാണ്. കുഫാറുകൾ കുഫാറുകളായിട്ട് കാണണം. അവരുടെയും ശരിയായ മാർഗമാണ്, അവരും ശരിയായ റൂട്ടിലാണെന്നൊരാൾ വിശ്വസിച്ചാൽ എന്തല്ല, അത് കുഫറിന്റെ വാദമാണ്. അവർ കാഫറുകളാണെന്ന്. അതായത് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന കുഫാറുകൾ, അത് അഹ്ലുൽ കിതാബിൽപ്പെട്ട ജൂത നസാറാക്കളാകട്ടെ അല്ലെങ്കിൽ വഹനികളായ, അതായത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാകട്ടെ, അവർ കുഫാറുകളാണെന്ന് എന്ത് ചെയ്താണ് ഖുർആൻ പ്രഖ്യാപിച്ച കാര്യം. അതുപോലെ ചില വ്യക്തികളെ പേരെടുത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഫിർഔനെ പോലെ, അതുപോലെ തന്നെ അബൂലഹബിനെ പോലെ, ഇങ്ങനെ പ്രത്യേകം പരാമർശിക്കപ്പെട്ടാൽ ഇവര് കാഫറുകളാണ് എന്ന് എന്ത് ചെയ്യുക, അംഗീകരിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അന്ന തബറഅ മിൻ ദീനിഹിം, അവരുടെ ആ ദീനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാവുകയും ചെയ്യണം. വലാകിൻ ലൈസ ബിദ്ദറൂറത്തി അൻ യുഖാൽ ഫീ വജ്ഹിൽ കാഫിർ. എന്നാൽ ഒരു കാഫിറിനെ നേരെ മുഖത്ത് നോക്കിയിട്ട് യാ കാഫിർ എന്ന് വിളിക്കേണ്ടതുണ്ടോ? അത് വേണ്ടതില്ല. കാരണം എന്താണ്? ലിമാ ഫീ ദാലിക മിൻ തൻഫീരിഹി മിൻ ഖബൂലി ദഅവത്തി വദുഖൂൽ ഇസ്ലാം. അവൻ ഇസ്ലാം സ്വീകരിക്കാനും അതേപോലെ തന്നെ ദഅവത്ത് ഉൾക്കൊള്ളാനുന്നതിൽ നിന്നൊക്കെ അവൻ എന്തുണ്ടാവും, ഒരു അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ്റെ നേരെ മുന്നിൽ പോയിട്ട് നീ കാഫിറാണ്, യാ കാഫിർ അല്ലയോ കാഫിർ എന്ന് വിളിക്കലല്ല. ഇത് പൊതുവായിട്ടുള്ള ഒരു അഭിസംബോധനയാണ്. അവർ കാഫിറുകളാണെന്ന് ചെയ്യുക, പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇവിടെ ലാ അഅ്ബുദു അല്ലദീ തഅ്ബുദൂനഹു മിനൽ മഅബൂദാത്തിൽ ബാത്തില. നിങ്ങൾ ഇബാദത്തുകൾ അർപ്പിക്കുന്ന ബാത്തിലുകളായ നിരർത്ഥകങ്ങളായ നിങ്ങളുടെ ആരാധ്യരുണ്ട്, അവർക്ക് ഞാൻ എന്ത് ചെയ്യില്ല, അവർക്കാർക്കും തന്നെ ഒരു ഉമൂമിന്റെ ഫായിദ ഒപ്പിക്കുന്നതാണിത്. അവർക്കാർക്കും തന്നെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്തുകൾ അർപ്പിക്കുന്ന ആർക്കും തന്നെ ഞങ്ങൾ എന്ത് ചെയ്യൂല, ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് പറയുക. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഞാൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നിങ്ങളും എന്ത് ചെയ്യുന്നില്ല, ഇബാദത്ത് ചെയ്യുന്നില്ല. അതായത് അള്ളാഹുവിനെ നിങ്ങളും ഇബാദത്ത് ചെയ്യുന്നില്ല. വലമ്മാ അബദു ഗൈറഹു സഹ അൻ യുഖാൽ ഇന്നഹും മാ അബദു. അള്ളാഹു അല്ലാത്തവർക്ക് ആരെങ്കിലും ഇബാദത്ത് ചെയ്താൽ അവനെ കുറിച്ച് ഇന്നഹും മാ അബദു, അവരെന്ത് ചെയ്തിട്ടില്ല എന്നർത്ഥം, അള്ളാഹു ഇബാദത്ത് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. കാരണം ലിഅന്ന അല്ലാഹു തആല ലാ യഖ്ബലു ശിർക്ക്, അള്ളാഹു എന്ത് ചെയ്യില്ല, ശിർക്ക് അള്ളാഹു സ്വീകരിക്കുകയില്ല. വലാ യർദാ ഇല്ലാ ബിത്തൗഹീദ്, തൗഹീദിനല്ലാതെ അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, തൃപ്തിപ്പെടുന്നില്ല. അപ്പൊ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നുണ്ട് ഒരാൾ, അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹുവോട് ദുആ ചെയ്യുന്നു, കൂടെ എന്ത് ചെയ്യുന്നു, മലക്കിനോടോ ജിന്നിനോടോ അല്ലെങ്കിൽ വലിയനോട് ദുആ ചെയ്യുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ അവൻ എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിനെ യഥാവിധം ഇബാദത്ത് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. കാരണം ആ ഇബാദത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തല്ല, സ്വീകാര്യമല്ല. അത് അള്ളാഹു എന്ത് ചെയ്യും, തള്ളിക്കളയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. വലാ അന ആബിദും മാ അഅ്ബദ്തു വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. അതായത് ലൻ അഖ്ബല വലൻ അർദാ ഗൈറ ഇബാദതി വഹിയ അൽ ഇഖ്ലാസ്. നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യൂല, ഇബാദത്ത് ചെയ്യുകയില്ല ഇനി മേലിൽ ഒരിക്കലും എന്നുള്ള അർത്ഥമാണ്. ഇനി ഭാവിയിൽ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിന് ഞാൻ ഇബാദത്ത് ചെയ്യുകയില്ല. അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള ഇബാദത്തല്ലാതെ വേറൊരു ഇബാദത്തും എനിക്ക് സ്വീകാര്യമല്ല, അത് ഞാൻ എന്തല്ല, തൃപ്തിപ്പെടുന്നില്ല, അത് അനുവദിക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, അടിയുറച്ച് വിശ്വസിക്കുന്നു. വലൻ അഖ്ബല ഇബാദത്തക്കും വഹിയ ശിർക്ക്, നിങ്ങളുടെ ഇബാദത്ത് ഞാൻ എന്ത് ചെയ്യില്ല, സ്വീകരിക്കൂല എന്നർത്ഥം. വഅൻതും കദാലിക ലൻ തഖ്ബലു വലൻ തർദു ഇബാദത്തി. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഇബാദത്തിനെ സ്വീകരിക്കുന്നവരല്ല, അതിന് തൃപ്തിപ്പെടുന്നവരുമല്ല.
ലക്കും ദീനുക്കും വലിയ ദീൻ, ഐ ലക്കും ദീനുക്കും അല്ലദീ അൻതും അലൈഹി വതദീനൂനഹു ബിഹി. നിങ്ങൾ ഏതൊരു ദീനിലാണോ നിലകൊള്ളുന്നത്, ഏതൊരു ഇബാദത്തുകളാണോ നിങ്ങൾ അർപ്പിക്കുന്നത്, അത് നിങ്ങൾക്കുള്ളതാണ്. അതുമായിട്ട് എനിക്കെന്തില്ല, ഒരു ബന്ധമില്ല. വലിയ ദീനി അല്ലദീ അദീനുല്ലാഹ തആല ബി, ഞാൻ അള്ളാഹുവിന് അർപ്പിക്കുന്നതായ ഇബാദത്തുകൾ കൊണ്ടുള്ള ദീൻ, അതാണ് ഞങ്ങളുടേത്. നിങ്ങളുടെ ദീനുമായിട്ട് എന്തില്ല, ഞങ്ങൾക്കൊരു ബന്ധമില്ല. വാന ബരീഉം മിൻ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിന്ന് ഞാൻ എന്താണ്, ബരിയാണ്, ഞാൻ ഒഴിവാണ് അതിന്. വാന്തും ബരീഊന മിൻ ദീനി, എന്റെ ദീനിൽ നിന്ന് നിങ്ങളും ബരിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ വിവക്ഷ. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹു ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ഹാദാ മഅനാഹു അൽ ബറാഅത്തു മിൻ ദീനിഹിം, ഇതാണ് അവരുടെ ദീനിൽ നിന്ന് ബറാഅത്ത് പറയുക എന്ന് പറയാം. അതിന്റെ ലക്ഷ്യം ഇതാണ്, നിങ്ങളുടെ ദീനായിട്ട് എനിക്കൊരു ബന്ധമില്ല, നിങ്ങൾക്ക് എന്റേതുമായിട്ട് ഒരു ബന്ധമില്ല. അതല്ലാതെ വലൈസ കമാ യദുന്നു ബഅദുൻ നാസി അന്ന മഅനാഹുൽ മുവാഫഖ ലഹും അലാ ദീനിഹിം, അവരുടെ ദീനിനോട് നമ്മൾ മുവാഫക്കാവുക എന്നുള്ളതല്ല ചില ആളുകൾ ധരിച്ചതുപോലെ. അങ്ങനെയല്ല ഇതിന്റെ അർത്ഥം. എന്താണ് അവർ പറയുന്നത്? വന്ന കുല്ലൻ ലഹു ദീനുഹു വകുല്ലൻ ഹുർറുൻ ഫി അഖീദതിഹി, ഓരോ ആളുകൾക്കും അവരവരുടെ ദീൻ അനുസരിക്കാം, അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചില ആൾക്കാർ പറയലുണ്ട്. അതല്ല അതിന്റെ വിവക്ഷ. എല്ലാവരും അവരവരുടെ ദീൻ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് അതിലെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. നഅൂദുബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പലപ്പോഴും സലഫികൾ എന്ന് പറയുന്ന ആളുകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്. ഓരോ ആളുകൾക്കും അവരവരുടെ അഖീദ, വിശ്വാസത്തിനുള്ള അർഹതയുണ്ട്. ഇതൊരു മുഅ്മിൻ എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റാത്ത. അതിന് ഈ ആയത്താണ് പലരും എന്ത് ചെയ്യുന്നത്, തെളിവുപിടിക്കുന്നത്. കമാ യുദൻദിനൂനൽ ആൻ, ചില ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നത് പോലെ, ഇങ്ങനെ കുശുകുശുക്കുന്നത് പോലെ എന്നാണ് എൻ്റെ അർത്ഥം. ഫലൗ കാനൽ ഇൻസാനു ഹുർറൻ ഫി അഖീദതിഹി ലമാ അർസലല്ലാഹു റസൂൽ, അങ്ങനെ ഓരോ ആളുകൾക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അർഹതയുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു പിന്നെന്തിനാണ് മുസ്ലിങ്ങളെ അയച്ചത്? മുസ്ലിങ്ങൾ അയക്കുമായിരുന്നില്ല. വലാ അൻസലൽ കുതുബ്, കിതാബുകൾ ഇറക്കുമായിരുന്നില്ല. വലാ ശറഅൽ ജിഹാദ്, വലാ ശറഅൽ ജിഹാദ്, ജിഹാദിനെ അള്ളാഹു നിയമമാക്കുകയും ചെയ്യുമായിരുന്നില്ല. ഫൽ അഖീദതു ലാ ബുദ്ദ അൻ തകൂന വാഹിദതൻ, അഖീദ ഒന്നാവുക എന്നുള്ളതാണ് എന്ത്, അനിവാര്യമായത്. വഹി ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, അത് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, അവനൊരു പങ്കാളിയുമില്ല എന്നുള്ളതാണ് ശരിയായ അഖീദ. കമാ ഖാല തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹു പറഞ്ഞതുപോലെ എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യ ജിന്ന വർഗ്ഗങ്ങളെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. ഫമൻ കഫറ വഅറാദ നശ്റൽ കുഫ്രി വൽ ഖദാഅ അലൽ ഇസ്ലാം ഫഇന്നഹു യുഖാതൽ, ഇനി ആരെങ്കിലും കുഫ്ർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുഫ്റിനെ പ്രചരിപ്പിക്കുകയാണ്, ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്, എന്നാൽ ഇസ്ലാമികമായി നിയമമാക്കപ്പെട്ടിരിക്കുന്നതായ ഒരു ഹാക്കിം അതിനെതിരെ ജിഹാദ് ചെയ്യുക എന്നുള്ളതാണെന്ത് നിയമമാക്കപ്പെട്ടിരിക്കുന്നത്. അതല്ലാതെ എല്ലാവർക്കും അവരവരുടെ വിശ്വാസം വച്ച് പുലർത്തുക എന്നുള്ളത് എന്തല്ല, ഇസ്ലാമിക അഖീദയുമായി ബന്ധമില്ലാത്തതാണ്. ഇതാണ് ഈ ആയത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിവക്ഷ. എന്താണ് അത്? തൗഹീദുൽ അമലിയാണ് എന്ത് ചെയ്യണത്, പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സൂറത്തുൽ ഇഖ്ലാസ് എന്ത് ചെയ്യുന്നു? തൗഹീദുൽ ഇൽമിയും പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് എന്ത് ചെയ്യണത്, പ്രഭാതത്തിലും പ്രദോഷത്തിലും എല്ലാം ഒരു മുഅ്മിൻ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൽമിയായിട്ടും തൗഹീദിനെ അംഗീകരിക്കണം, അമലിയായിട്ട് അതിന് മുറുകെ പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു യഥാവിധം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.